മെയിൻ തലക്കറിയാണ്. തലക്കറിയാണ് ഫേമസ്. ഇപ്പോൾ കരിമീൻ പൊള്ളിക്കുക. കട്ട്ലയാണ്. കട്ട്ല. ഇത് വരാല് കറി. ബീഫ് റോസ്റ്റ് ആണ്. ബീഫ് റോസ്റ്റ് ആണ്. എന്നിട്ട് ബ്രാലാണ്. ബ്രാല്. പോർക്ക് കറിയാണോ? പോർക്ക് റോസ്റ്റ് ആണ്. നല്ല സൈസിലുള്ള ചെമ്പല്ലിയാണ്. പോത്ത് ഫ്രൈ ആണ്. താറാവ് റോസ്റ്റ് ആണ്. ചേട്ടാ ഷാപ്പിൽ മൊത്തം എത്ര ഐറ്റം ഉണ്ട്? ഒത്തിരി ഐറ്റംസ് ഉണ്ട്. മെയിൻ തലക്കറി ഉണ്ട്, ഫിഷ് കറി, കപ്പ, കണവ, കക്കത്തോരൻ, ചിക്കൻ തോരൻ, ഫിഷിന്റെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഫിഷ് പൊള്ളിച്ചിലുണ്ട്, ഫിഷ് മപ്പാസ് ഉണ്ട്, ബീഫ്, പോത്ത്, പന്നി, താറാവ്, റൈസ്, കപ്പ, അപ്പം, പൊറോട്ട. മീനുകൾ നമ്മൾ ഹമൂർ ഉണ്ട്, കാളാഞ്ചി ഉണ്ട്, കരിമീനുണ്ട്, വിളമീനുണ്ട്, കട്ട്ല, സിലോപ്പി, ചെമ്പല്ലി, വരാല്, കാട, നത്തോലി, കൊഞ്ച് റോസ്റ്റ്. നമ്മുടെ തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ ലൈഫിൽ ഒരു തവണയെങ്കിലും തീർച്ചയായും പോയിരിക്കേണ്ട ഒരു ഒന്നൊന്നര സ്പോട്ടാണ് നമ്മുടെ സ്വന്തം പുഞ്ചക്കരി കള്ളുഷാപ്പ്. വെറുതെ ഒരു ഷാപ്പ് എന്ന് പറഞ്ഞാൽ പോരാ, തിരുവനന്തപുരം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നമ്മുടെ ഈ വെള്ളായണി കായലിന്റെയും പുഞ്ചക്കരി പാടശേഖരത്തിന്റെയും ഒരു പച്ചപ്പും കായലിൽ നിന്നുള്ള തണുത്ത കാറ്റുമൊക്കെ ആസ്വദിച്ച് ആ വഴി വണ്ടി ഓടിച്ചു പോകുമ്പോൾ തന്നെ നമ്മുടെ പകുതി ക്ഷീണം മാറും. ആലപ്പുഴയിലോ കുട്ടനാട്ടിലോ പോകാതെ തന്നെ ആ ഒരു കിടക്കാച്ചി വൈബ് നമുക്ക് ഇവിടെ കിട്ടണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നേരെ. പ്രകൃതിയോട് അലിഞ്ഞു ചേരുന്ന രീതിയിൽ സിമന്റോ ഇഷ്ടികയോ ഒന്നും തൊടാതെ തടിയും ഓലയും ഒക്കെ വെച്ച് 100% എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടുത്തെ ഹട്ടുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അതൊരു രക്ഷയുമില്ലാത്ത സംഭവമാണ്. സാധാരണ കള്ളുഷാപ്പ് എന്ന് കേൾക്കുമ്പോൾ ഉള്ള ഒരു ഇമേജ് അല്ല ഇവിടെ. കള്ളിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ തനിനാടൻ ഫുഡ് കഴിക്കാനാണ് പിള്ളേരും ഫാമിലിയും ഒക്കെ വീക്കെൻഡുകളിൽ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. ഫുഡിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും വേറെ ലെവലാണ് കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന മീനുകളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാം. നമ്മൾ പറയുന്നതനുസരിച്ച് അപ്പൊപ്പം തന്നെ അവർ ഫ്രഷ് ആയിട്ട് റെഡിയാക്കി നമ്മുടെ മുന്നിലെത്തിക്കും. ആവി പറക്കുന്ന നല്ല പഞ്ഞി പോലത്തെ ചൂട് കപ്പയും ഇവിടുത്തെ സ്പെഷ്യൽ നെയ്മീൻ തലക്കറിയും കോമ്പിനേഷൻ ട്രൈ ചെയ്താൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഈ തലക്കറിക്ക് ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. അത് മാത്രമല്ല വാഴയിലയിൽ നല്ല ഒന്നാന്തരം മസാല പുരട്ടി കരിമീൻ പൊള്ളിച്ചത്, വിറകടുപ്പിൽ തേങ്ങാക്കൊത്തിട്ട് വരട്ടിയെടുക്കുന്ന തനിനാടൻ ബീഫ്, നാടൻ ശൈലിയിലുള്ള എരിവുള്ള താറാവ് കറി, പിന്നെ ഞണ്ട് റോസ്റ്റ്, കൊഞ്ച് ഫ്രൈ, കക്കയിറച്ചി, മുയൽ ഫ്രൈ തുടങ്ങി ഒരുപാട് വെറൈറ്റി നാടൻ ഐറ്റംസ് ഇവർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ കൂടെ നല്ല ഒന്നാന്തരം കള്ളം കൂടി ആകുമ്പോൾ സംഗതി പൊളിയാണ്. ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിക്കാനും ഫാമിലി ആയിട്ട് വന്ന് ആരും ശല്യം ചെയ്യാതെ കാറ്റുകൊണ്ടിരുന്ന് സമാധാനമായി ഫുഡ് കഴിക്കാനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഹട്ടുകൾ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെ കംഫർട്ടബിൾ ആയി വന്നിരിക്കാൻ പറ്റിയൊരിടമാണിത്. അതുപോലെ തന്നെ നല്ല ഉഗ്രൻ പാർക്കിംഗ് സൗകര്യവും ചിരിച്ച മുഖത്തോടെ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തു തരുന്ന ചേട്ടന്മാരുടെ പക്ക സർവീസും കൂടിയാകുമ്പോൾ തിരുവനന്തപുരത്തെ ഏറ്റവും മികച്ച ഫുഡ് സ്പോട്ടുകളിൽ ഒന്നായിട്ട് ഇതിപ്പോഴും മുന്നിട്ട് നിൽക്കുകയാണ്. രാവിലെ കൃത്യം 9 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് ഇവിടുത്തെ സമയം. ചുരുക്കി പറഞ്ഞാൽ ഒരു അവധി ദിവസം കിട്ടുമ്പോൾ പ്രകൃതി സൗന്ദര്യവും ആസ്വദിച്ച് ഗ്രാമീണ ഭംഗിയിൽ കുടുംബത്തോടൊപ്പവും കൂട്ടുകാരോടൊപ്പവും വയറ് നിറയെ ഈ തനിനാടൻ രുചിയറിയാൻ ഇതിലും മികച്ചൊരു ഓപ്ഷൻ വേറെയില്ല. അപ്പൊ ഇനി ഒന്നും നോക്കണ്ട, സമയം കിട്ടുമ്പോൾ തന്നെ ഫാമിലിയെയോ കൂട്ടുകാരെയോ കൂട്ടി എല്ലാവരും ഇങ്ങോട്ട് വിട്ടോ. വന്നാൽ ഒരു രക്ഷയുമില്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും. ചേട്ടാ ഇവിടെ എത്ര ഐറ്റം മീനുണ്ടാവും? മീനുകൾ ഒത്തിരി മീനുള്ളതാണ്. ഇപ്പൊ ഈ ട്രോളിംഗ് നിരോധനം ആയതുകൊണ്ട് ഇപ്പൊ മീൻ കുറവാണ് കിട്ടുന്നത്, ലഭ്യത കുറവാണ്. എന്നാലും മാക്സിമം ഉണ്ട്, അതിനത്ര ഇല്ല. ഇതിൽ ഇവിടെ ഹമൂർ ഉണ്ട്. ഹമൂർ അത് കാളാഞ്ചിയാണ്. കാളാഞ്ചി, കരിമീന്, ഇത് വേളാപ്പാര. എന്നിട്ട് ബ്രാലാണ്. അതുകൊണ്ട് ചെമ്പല്ലി നല്ല സൈസിലുള്ള ചെമ്പല്ലിയാണ്. ഇത് വന്നിട്ട് കല്ലടിപ്പാര. ഇത് ആറ്റുമീന അല്ല, കടൽ മീനാണ്. ഇതൊക്കെ വന്നിട്ട് ഫ്രഷ് വാട്ടർ ആണ്. കട്ട്ല, സിലോപ്പിയ ഒക്കെ ഫ്രഷ് വാട്ടർ ആണ്. സിലോപ്പിയ ഫ്രഷ് വാട്ടർ ആണ്. ഇതുകൊണ്ട് വിളമീനാണ്. സ്നാപ്പർ, വൈറ്റ് സ്നാപ്പർ ആണ്. അത് വന്നിട്ട് കടൽ മീനാണ്. പിന്നെ കാടയുണ്ട്. നമ്മള് നത്തോലി, കാട ഫ്രൈ, കൊഞ്ച്, അതൊക്കെ നമ്മൾ ഏറ്റവും ഡിമാൻഡ് ആയിട്ട് പോകുന്നത്. ഡിമാൻഡ് എല്ലാം പോകുന്നത് കടൽ മീനൊക്കെ ഡിമാൻഡ് കൂടുതലാണ്. ഇത് പൊള്ളിക്കാനാണ്. മസാല വെച്ച് ഇലയിട്ട് മസാല വെച്ചിരിക്കുക. ഇതിൽ നമ്മൾ ഫിഷ് നമ്മൾ ഹാഫ് ബോയിൽ ചെയ്തിട്ട് നമ്മൾ ഇതിന് മേലെ വെച്ച് മേലെ മസാല വെച്ചിട്ട് വീട്ടിൽ നമ്മൾ കല്ലിലിട്ട് ഒന്നുകൂടെ പൊള്ളിച്ചാണ്. ഇത് കക്ക ഫുൾ പോർഷൻ ആണ്. അത് ഫുൾ പോർഷൻ. മെയിൻ തലക്കറിയാണ് ഫേമസ്. നെയ്മീന്റെ തല എല്ലാ ദിവസവും ഉണ്ടാവും.
ചിക്കൻ തോരൻ. ചേട്ടാ ഇതെന്താ ചെയ്യുന്നേ? ഇപ്പോൾ കരിമീൻ പൊള്ളിക്കുകയാണ്. കരിമീൻ പൊള്ളിക്കാൻ. ചേട്ടാ ഇവിടുത്തെ ഷെഫാണല്ലേ? രണ്ടുപേരാണ് ഇവിടെ മെയിൻ ഷെഫ്. ചേട്ടാ എത്ര വർഷമായി ഇവിടെ? ഞാൻ ഇവിടെ 8 വർഷമായി. 8 വർഷമായി. വീട് എവിടെയാണ്? ഒരു കോട്ടയം. കോട്ടയത്താണ്. ചേട്ടൻ സ്പെഷ്യൽ ഐറ്റം ഏതാണ് ചേട്ടൻ്റെ? എല്ലാം ഫിഷ് ഐറ്റം, എല്ലാം മപ്പാസ്, കോഴിത്തോരൻ, ഇതെല്ലാം നമ്മുടെ പ്രത്യേകതയാണ്. അവിടുത്തെ കോട്ടയം സ്റ്റൈലാണ്. കരിമീൻ മപ്പാസ്, കുമരകം സ്റ്റൈൽ. ഇതിപ്പോ മസാല നിരത്തിയില്ലേ വാഴയിലേ? കരിമീൻ പുള്ളിപ്പ്, മല്ലിയില ആഡ് ചെയ്യാം. മല്ലിയില. ഇത് വരാല് കറി. വലിയ വരാലിന്റെ പീസായിട്ട്. വേറെ ഏതൊക്കെ ഫിഷ് കറി ഉണ്ട്? മീൻ കറി ആയിട്ട്? ഫിഷ് കറി വരാലും ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഫ്രൈ ഐറ്റമാണ് കൂടുതൽ എല്ലാ മീനും പോകുന്നത്. വരാല് ഫിഷ് കറി ആയിട്ട് തയ്യാറാക്കി കൊടുക്കും. വരാല് കറി. ചിക്കൻ തോരൻ. അതും പച്ചമുളകില്. ചേട്ടാ തലക്കറിയാണല്ലേ? തലക്കറിയാണ്. നെയ്മീൻ തലക്കറിയാണ്. നെയ്മീൻ തലക്കറി. ഒരു സ്റ്റാൻഡേർഡ് തലക്കറിക്ക് എത്ര? ഇതൊക്കെ വന്നിട്ട് 400, 450, 500, 600 രൂപ. 600 രൂപ. അത് വലിപ്പത്തിനനുസരിച്ചാണ്. എല്ലാ ദിവസവും ഉണ്ടാവും. എല്ലാ ദിവസവും തലക്കറി ഉണ്ടാവും. ഇത് വന്നിട്ട് ചിക്കൻ റോസ്റ്റ് ആണ്. ചിക്കൻ റോസ്റ്റ്. അതെ, ചിക്കൻ റോസ്റ്റ് ആണ്. ഇത് വന്നിട്ട് ചിക്കൻ തോരനാണ്. അതെ. കണവ റോസ്റ്റ് ആണ്. കണവ റോസ്റ്റ്. ഇത് കക്കാത്തോരൻ. ഇതെല്ലാം സ്പെഷ്യൽ ഐറ്റംസ്. ഡെയിലി ഉണ്ടാവും. ഇത് വന്നിട്ട് കട്ട്ലയാണ്. കട്ട്ല വലിയ സൈസാണ്. ഇത് വന്നിട്ട് കരിമീൻ ഉണ്ടാവും. കരിമീൻ. ഇത് വന്നിട്ട് വിളമീൻ. എല്ലാത്തരം മീനുകളും ഉണ്ടാവും. എല്ലാ മീനുകളും. ഇത് ഞണ്ട് റോസ്റ്റ് ആണ്. ഒരു ഫുൾ പോർഷനിൽ എത്ര പീസ്? 6 പീസ്. വലിയ പീസാണ് 6 പീസ്. ചെറിയ പീസ് നമ്മൾ 7 പീസ് വെക്കാം. ഇത് ഹാഫ് ഐറ്റം ഫുൾ ഐറ്റം ആവശ്യാനുസരണം കഴിക്കും. ഇത് നമ്മള് ബീഫ് റോസ്റ്റ് ആണ്. ഇത് വന്നിട്ട് പോർക്കാണ്. പോർക്ക് കറിയാണോ? പോർക്ക് റോസ്റ്റ് ആണ്. ഇത് വന്നിട്ട് പോത്ത് ഫ്രൈ ആണ്. ഇതുകൊണ്ട് ഡെക്കാണ്. താറാവ് റോസ്റ്റ് ആണ്. തേങ്ങാപ്പല്ല് റോസ്റ്റ് ആണ്. ഒരു പ്ലേറ്റ് കപ്പ. അപ്പൊ രാവിലെ 9 മണി തൊട്ട് 9 ആണ്. 9 12 മണിക്കൂർ. രാത്രി 9 മണി വരെ ഉണ്ട്. രാവിലെ നമ്മളിപ്പോ 9-10 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഐറ്റംസ് എല്ലാം ഉണ്ടാവും. 10-12 മണിക്കുള്ളിൽ എല്ലാ ഐറ്റംസ് ആവും. എല്ലാ ഐറ്റംസ് ആവും. ഇവിടെ ഫാമിലിക്കൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള? തീർച്ചയായിട്ടും. ഫാമിലി ഹട്ട് ഉണ്ട്. ബാച്ചിലേഴ്സ് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള. ഒരേ സമയം എത്ര ഫാമിലിയോളം ഇരിക്കാൻ പറ്റുമായിരിക്കും? ഒത്തിരി പേര് ഇരിക്കാം. ഒത്തിരി ടേബിൾ ഉണ്ട് അതിനകത്ത്. ഇരിക്കാതാ. സൺഡേ, ഞായറും ശനി ഞായറൊക്കെ ഭയങ്കര തിരക്കുള്ള സ്ഥലം. ശനി ഞായറും ഭയങ്കര തിരക്കാണ്. പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ. അതിനുള്ള നല്ല സൗകര്യങ്ങളൊക്കെ എല്ലാം. തിരുവനന്തപുരത്തെ ഏറ്റവും ഫേമസ് ഷാപ്പ് തന്നെ. തീർച്ചയായിട്ടും. പുഞ്ചക്കരി ഷാപ്പ് എന്ന് പറയുന്നത് ഇതാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും ഫേമസ്. ചേട്ടാ ഇവിടുത്തെ ഷെഫാണല്ലേ? സീനിയർ ഷെഫായിട്ട്. ഇൻചാർജ്. ഞാൻ ഇവിടെ വന്നിട്ട് 4.5 വർഷമായി. നിങ്ങൾ രണ്ടുപേരുണ്ട്? നിങ്ങൾ തന്നെയാണ് ഭക്ഷണം എല്ലാം തയ്യാറാക്കുന്നതിന്റെ പൂർണ്ണ? അതെ, നമ്മൾ തന്നെയാണ്. ചേട്ടന്റെ പേരെന്താണ്? മഹേഷ് എന്നാണ്. വീട് പാലക്കാടാണ്. ഇവിടെ സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്യുന്നത്? അതെ, ഇവിടെ തന്നെയാണ്.